നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ ചൊല്ല്. ദിനം പ്രതി മാലിന്യം വലിച്ചെറിയൽ വാർത്ത വർദ്ധിക്കുമ്പോൾ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? അധികാരികളുടെ പിടിപ്പുകേടെന്ന് പറഞ്ഞ കുറ്റം പറയാനാവില്ല. കാരണം മാലിന്യ സംസ്കരണം എന്നത് ഒരാളുടെ ചുമതലയല്ല, അത് പൊതു ഉത്തരവാദിത്തമാണ്. പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വലിച്ചെറിയൽ ശീലത്തിന് ഒരു മാറ്റവുമില്ല. ആളൂർ പുഴയിൽ ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യം തള്ളി. ആളൂർ പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിൽ നിന്നാണ് ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യം തള്ളിയിരിക്കുന്നത്. ദിവസങ്ങളോളം സൂക്ഷിച്ച മുടിയും മറ്റ് അവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് പുഴയിലേക്ക് തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബാർബർ ഷോപ്പുകൾ അവധിയായിരുന്നു. മേഖലയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് പുഴയിലേക്ക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ പരിസരവാസികളുടെ കണ്ണുവെട്ടിച്ച് പഴകിയ കാലാവധി കഴിഞ്ഞ ഒരുപാട് ഗുളികകളും മരുന്നുമാണ് ചാക്കിൽ കെട്ടി പുഴയിൽ വലിച്ചെറിഞ്ഞിരുന്നത്. പ്രദേശത്തുള്ളവർ കുളിക്കുന്നതിനും അലക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രധാന പൊതു ജലാശയം മലിനപ്പെടുത്തുന്നതിനൊപ്പം പുഴയിൽ രാസസംയുക്തങ്ങളടങ്ങിയ മരുന്നുകൾ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയതിനെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്ത പരിശോധന നടത്തി കുറ്റക്കാരെ കണ്ടെത്തി പിഴ ഈടാക്കിയിരുന്നു. ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യം തള്ളിയിട്ടുള്ളത്. എന്തായാലും ഒടുവിൽ ആളെ പൊക്കി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും അന്വേഷണം ഊർജിതമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിഞ്ഞത്. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച സംഭാവന രശീതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചൊവ്വന്നൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റി ഓഫ് ഡെഫ് ആൻഡ് പാസിഫർ എന്ന ചാരിറ്റബിൾ സംഘടനയുടെ രശീതിയാണെന്ന് കണ്ടെത്തുകയും സൊസൈറ്റിയുടെ ഭാരവാഹിയായ കുന്നംകുളം കിഴൂർ സ്വദേശി KM ഷിഹാബിന്റെ സഹായത്തോടെ മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തിയ രശീതിയുടെ നമ്പർ പ്രകാരം മറ്റം മുതൽ ആളൂർ വരെയുള്ള മേഖലയിൽ നൽകിയതാണെന്ന് വ്യക്തമാകുകയായിരുന്നു. തുടർന്ന് കുനമുച്ചി, മറ്റം, ആളൂർ സെന്ററുകളിൽ സൊസൈറ്റി ഭാരവാഹികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മറ്റം സെന്ററിൽ പ്രവർത്തിക്കുന്ന XX ലൂക്സ് സലൂണിൽ നിന്നുമാണ് മാലിന്യം പുഴയിൽ തള്ളിയതെന്ന് ബോധ്യപ്പെട്ടു. UP സ്വദേശിയായ അതിഥി തൊഴിലാളി മുഹമ്മദ് നബിയാണ് സ്ഥാപന ഉടമ. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് പിഴ ഈടാക്കുന്നതിനുള്ള ശുപാർശ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പുഴയിൽ തള്ളിയ മാലിന്യം എടുത്തു മാറ്റുവാനും നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾ പരാതികൾ നൽകുമ്പോൾ മാത്രം കാര്യക്ഷമമാകുന്ന ആരോഗ്യ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പുഴ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ ഇടതടവില്ലാതെ മാലിന്യം വലിച്ചെറിയുന്നത് നിർബാധം തുടരുന്നത്. ഈ പൊതുജലാശയങ്ങളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളും മലിനപ്പെടുത്തുക എന്നുള്ളത് ആരോഗ്യവകുപ്പ് അല്ല ചെയ്യുന്നത്, ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള റെസിപ്റ്റ് നമ്പറും കൂടി നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു സലൂണാണ് ഇതിലെ വേസ്റ്റ് അലക്ഷ്യമായി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പഞ്ചായത്തിന് റിപ്പോർട്ട് നൽകും. എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഷിഹാബിനും അവരുടെ ബന്ധുമിത്രാദികൾക്കും നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാട് സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തം കൂടിയായി കരുതണം. എന്നാൽ മാത്രമാണ് മാലിന്യ സംസ്കരണം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പുഴ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ മലിനമായാൽ അത് ബാധിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തെ കൂടിയാണ്. അതുകൂടി ഓർമ്മ വെച്ച് വേണം ഇനി മാലിന്യം വലിച്ചെറിയാൻ. സ്വന്തം ജീവനേക്കാൾ വില മറ്റുള്ളവർക്ക് നൽകാറുണ്ടോ? ചോദ്യം കേൾക്കുമ്പോൾ നെറ്റി ഒന്ന് ചുളിയും. എന്നാൽ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് അപകടം സംഭവിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ കഴിയാത്തവരുണ്ട്. എന്ത് വില കൊടുത്തും, അതിപ്പോ സ്വന്തം ജീവനാണെങ്കിൽ പോലും പോട്ടെ എന്ന് കരുതി രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങും. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും മിണ്ടാപ്രാണികളും നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സിൽ നന്മയും സ്നേഹവും ആശ്വാസവും നൽകുന്നതിനൊപ്പം തന്നെ ഉള്ളുലയ്ക്കുന്ന വേദനയും ഈ ആഴ്ച വാർത്തകളിൽ ഇടം നേടി. കാണാം ആ സ്നേഹത്തിന്റെ കാഴ്ചകൾ. പേരക്കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ പ്രായം പോലും മറന്ന് രക്ഷിക്കാനിറങ്ങിയ 63-കാരിയായ മിന്നൽ മുത്തശ്ശിയുടെ ധീരതയെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്താണ് സംഭവം. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷംസു കല്ലൂരിന്റെ മകൻ 7 വയസ്സുകാരനായ ബാരിഷും പിതൃ സഹോദരന്റെ പുത്രി 7 വയസ്സുകാരി ഫിൻസ ബിൻത് ഫിറോസും ഇവരുടെ പിതാവിന്റെ സഹോദരന്റെ മകളുടെ മകൻ മുഹമ്മദ് ഐസും ചേർന്ന് കളിക്കുന്നതിനിടെ അറിയാതെ കാൽ വഴുതി മുഹമ്മദ് ഐസ് താഴ്ചയുള്ള കിണറിലേക്ക് വീണു. മോട്ടോർ ഷെഡിന്റെ മുകളിൽ വീണ നെല്ലിക്കയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 4.5 വയസ്സുകാരൻ 14 റിങ് താഴ്ചയുള്ള കിണറിലേക്ക് വീണത്. ഉടൻ തന്നെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരൻ ബാരിഷ്
മുത്തുമയായ 63കാരി സുഹറയെ വിവരം അറിയിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ കുട്ടിയെ രക്ഷിക്കാനായി പമ്പ് സെറ്റിലെ ഫുഡ് വാൾവ് പിടിപ്പിച്ച കയറിൽ തൂങ്ങി കിണറ്റിലേക്ക് ചാടി സുഹറ. മുങ്ങിത്താഴുകയായിരുന്ന കുട്ടിയെ എടുത്ത് ഇരുവരും കയറിൽ തൂങ്ങി നിന്നു. വിവരമറിഞ്ഞെത്തിയ സമീപ വീട്ടിലെ ബന്ധു കൂടിയായ അഷ്കറും മറ്റുള്ളവരും ചേർന്ന് ഇരുവരെയും കിണറ്റിനു മുകളിലേക്ക് കയറ്റി രക്ഷിച്ചു. വീഴ്ചയിൽ കുട്ടിക്ക് കാര്യമായ പരിക്കില്ലാത്തത് ആശ്വാസമായി. വലിയ അപകടത്തിൽ നിന്നും പരിക്കൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഞെട്ടൽ കുടുംബത്തിനുണ്ടെങ്കിലും പ്രായത്തെ മറന്നുള്ള സുഹറ ഉമ്മയുടെ ധീരതയും 7 വയസ്സുകാരന്റെ സംയോജിത ഇടപെടലും കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. ഞാൻ ചായക്കുള്ളമൊക്കെ ഇതേപോലെ ചായപാത്രം അങ്ങനെ എടുത്തിട്ട് ഞാൻ തോടിയാൽ നോക്കുമ്പോൾ ഒരു കാല് മാത്രമുണ്ട്. കാലിങ്ങനെ താഴ്ന്നു പോവുക. ഞാൻ എങ്ങനെയാണ് എത്തി നിൽക്കാന്ന് വെച്ചില്ല. എന്റെ ഞാൻ കയർ പിടിച്ചു. എന്റെ കൈയൊക്കെ ഇവിടെ ഒക്കെ നീല നിറഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയൊക്കെ അങ്ങനെ പോയെന്ന് വെച്ചാൽ പിന്നെ അവിടെ പോയിട്ട് ആ പൈപ്പ് പിടിച്ച് അങ്ങനെ എത്തി കുട്ടികൾ കൊണ്ടോ. അക്കൊക്കെ വേഗം ഇടി വന്നിട്ട് ഈ പൈപ്പ് പിടിച്ചിട്ട് ചാടും. എന്നിട്ട് മൂത്ത മകനെ പിടിച്ചിട്ട് പൈപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തല കറങ്ങണെന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്ക് അക്കൊക്കെ വന്നിട്ട് പിടിച്ചിട്ട് ഉണ്ണിനെ ഞെട്ടിയപ്പോ പിന്നെ അക്കൊക്കാന് അവനൊക്കെ ജയിച്ചു. അടുത്തത് ഒരു ശ്വാനന്റെ യജമാനനോടുള്ള സ്നേഹത്തിന്റെ കഥയാണ്. ആ സ്നേഹത്തിനു മുന്നിൽ പാവം കിച്ചുവിന് സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്നു. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നാണ് കിച്ചു വീട്ടുകാരെ രക്ഷിച്ചത്. പെരുമ്പിലാവ് അൻസാർ കോളേജിന് പിൻവശം മയൂഖം റോഡിൽ താമസിക്കുന്ന CCTV ഡയറക്ടർ ബോർഡ് മെമ്പർ പൊറവൂർ വീട്ടിക്കഴി ശശികുമാറിന്റെ വീട്ടിൽ പുലർച്ചെയാണ് സംഭവം. വിദേശീയനം ശ്വാനവർഗത്തിൽപ്പെട്ട റോഡ്വെയിലറും ജർമ്മൻ ഷെപ്പേർഡുമുള്ള വീട്ടിൽ റോഡ്വെയിലറെ രാത്രി കൂട്ടിൽ നിന്നും പുറത്തുവിടാറുണ്ട്. നിർത്താതെയുള്ള കുര കേട്ട് പുറത്തിറങ്ങിയ ശശികുമാറിനെ വീടിന്റെ സ്റ്റെപ്പിൽ പത്തി കാട്ടി നിന്നിരുന്ന മൂർഖനാണ് വരവേറ്റത്. ഇതോടെ പുറത്തുണ്ടായിരുന്ന ശ്വാനന്മാരോട് കൂട്ടിൽ കയറാൻ നിർദ്ദേശം നൽകി ഉടൻ തന്നെ സ്നേക്ക് ക്യാച്ചർ രാജൻ പെരുമ്പിലാവിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിവേഗം സ്ഥലത്തെത്തിയ രാജൻ പാമ്പിനെ പിടികൂടുമ്പോഴും കിച്ചു എന്ന റോഡ് വീലറിന് കടിയേറ്റ വിവരം ആരും അറിഞ്ഞില്ല. കൂട്ടിൽ അവശനായി കണ്ട കിച്ചുവിന്റെ മുഖത്ത് കണ്ണിന് സമീപത്താണ് പാമ്പ് കൊത്തിയിരുന്നത്. വീട്ടുകാരെ രക്ഷിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കിച്ചു യാത്രയായപ്പോൾ കുടുംബത്തിനത് നോവുള്ള കാഴ്ചയായി. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒമ്നി വാനിനടിയിൽ പതുങ്ങിയ ഉഗ്രവിഷമുള്ള മൂർഖനെ കണ്ടെത്തി ആക്രമിച്ച് വീട്ടുകാരെ ആ വിവരം അറിയിച്ച ശേഷമായിരുന്നു കിച്ചുവിന്റെ വിടവാങ്ങൽ. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനം വകുപ്പ് അധികൃതരെ ഏൽപ്പിച്ചു. മിന്നൽ മുത്തശ്ശി ധീരതയുടെ പര്യായമായി തിളങ്ങി നിൽക്കുമ്പോൾ കിച്ചുവിന്റെ വിടപറച്ചിൽ മനസ്സിൽ നോവ് നിറഞ്ഞ കാഴ്ചയായി. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹത്തിനു മുമ്പിൽ പലപ്പോഴും എല്ലാവരും തുല്യരല്ലേ എന്ന് ചില അനുഭവങ്ങൾ കാട്ടിത്തരും. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാണ് പലരും. എന്നാൽ വേണ്ടപ്പെട്ടവർക്ക് അപകടം സംഭവിക്കുമ്പോൾ ആ സമയത്ത് എവിടെ നിന്നറിയാതെ ധൈര്യം സംഭരിച്ച് മറ്റൊന്നും നോക്കാതെ പ്രവർത്തിക്കാനുള്ള മനസ്സിനിരിക്കട്ടെ ബിഗ് സല്യൂട്ട്. ബഹളവും പ്രതിഷേധവുമില്ലാതെ എന്ത് യോഗം? വാക്കുതർക്കങ്ങളും വെല്ലുവിളികളും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവുമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെന്ന് പൊതുജനത്തിന് മനസ്സിലാവണമെങ്കിൽ ഇരുപക്ഷവും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നാണല്ലോ വെപ്പ്. പറഞ്ഞു വന്നത് ഈ ആഴ്ചയിൽ നടന്ന കുന്നംകുളം കൗൺസിൽ യോഗത്തെക്കുറിച്ചാണ്. ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇത്തവണത്തെ ബഹളം. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. ഹൈക്കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ മാപ്പു പറഞ്ഞുവെന്ന് ആരോപിച്ചാണ് BJP അംഗങ്ങൾ പ്രതിഷേധിച്ചത്. നഗരസഭാ പരിധിയിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ചെയർപേഴ്സൺ കോടതി അലക്ഷ്യ നടപടി നേരിടുന്നത്. കേസിൽ നഗരസഭാ ചെയർപേഴ്സൺ രേഖാമൂലം മാപ്പ് നൽകിയെന്ന് BJP ആരോപിച്ചു. ചെയർപേഴ്സൺ നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് BJP കൗൺസിലർ KK മുരളി പറഞ്ഞു. എന്നാൽ താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ച നഗരസഭാധ്യക്ഷ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാനാകില്ലെന്നും വ്യക്തമാക്കി. ഇതോടെ ചെയർപേഴ്സൺ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഉയർത്തിപ്പിടിച്ച് BJP അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിക്കുകയായിരുന്നു. ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടർന്നതോടെ ബഹളത്തിനിടെ അജണ്ടകൾ വായിച്ച് യോഗം ബെല്ലടിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. നഗരസഭ വാർഡ് 16 ഇലക്ട്രിക്കൽ ചാർജിംഗ് സ്റ്റേഷന് സമീപം
നഗരസഭയുടെ സ്ഥലത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബദനി ആശ്രമത്തിന്റെ ചെലവിൽ പൂന്തോട്ടം നിർമ്മിക്കും. ദ്രവ്യമാലിന്യ സംസ്കരണത്തിനായി മൊബൈൽ FSTP യൂണിറ്റ് വാങ്ങുന്നതിനും തീരുമാനിച്ചു. ബഹളമോ വാക്കുതർക്കമോ ഉണ്ടായാൽ പിന്നെ കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല. ബെല്ലടിച്ച് യോഗം അവസാനിപ്പിക്കുക. തളർച്ചയും വളർച്ചയും ഒന്നും പിന്നെ ആർക്കും ചർച്ച ചെയ്യണ്ട. മറ്റൊന്ന്, പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് പ്രതിപക്ഷമെന്ന് പൊതുജനം വിലയിരുത്തും. എന്തായാലും ഈ ആഴ്ച കൂടുതൽ ചർച്ചകളൊന്നും നടന്നില്ലെന്ന് ചുരുക്കം. പെണ്ണുരുമ്പട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതെ, പെണ്ണായതുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു എന്ന കാലം പോയി. എല്ലാ മേഖലകളിലും സ്ത്രീ കരുത്തിന്റെ പര്യായമായി വനിതകൾ മാറിക്കഴിഞ്ഞു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നേറാൻ സ്ത്രീകൾ പ്രാപ്തരായി എന്നർത്ഥം. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ഉയർന്നു കയറി തളരാതെ മുന്നേറുന്ന സ്ത്രീകളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. വിധിക്ക് തോറ്റുകൊടുക്കാതെ ജീവിതത്തെ കരുത്തോടെ നേരിട്ട വനിതയെ പരിചയപ്പെടാം. കഴിഞ്ഞുപോയ വനിതാ ദിനത്തിലെ റിപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. പൊതുപ്രവർത്തനം ദിനചര്യയാക്കി മുന്നോട്ടു പോകുമ്പോൾ പിന്നിട്ട ജീവിതത്തിലെ കണ്ണീരോർമ്മകളാണ് സുൽഫത്ത് ബക്കറിന് കരുത്തായി കൂട്ടിനുള്ളത്. കാലം അനാഥമാക്കിയ ബാല്യത്തിനും പാതിവഴിയിൽ മുടങ്ങിയ പഠനത്തിനും മുന്നിൽ പകച്ചു നിൽക്കാതെയാണ് ചൊവ്വല്ലൂരിന്റെ സ്വന്തം സുൽഫത്ത് താത്ത ജീവിത പരീക്ഷയിൽ പൊരുതിക്കയറി മുന്നേറുന്നത്. തൃശൂർ കണ്ണൻകുളങ്ങരയിലായിരുന്നു സുൽഫത്തിന്റെ കുടുംബം. ഉപ്പയും ഉമ്മയും 5 മക്കളുമടങ്ങുന്ന കുടുംബം സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു മാതാവിന് ആകസ്മികമായ മരണം സംഭവിച്ചത്. വിധി വയറുവേദനയുടെ രൂപത്തിലെത്തി ഉമ്മയുടെ ജീവൻ കവർന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഉപ്പയും വിട്ടുപോയതോടെ സുൽഫത്ത് ഉൾപ്പെടെ 5 മക്കളും അക്ഷരാർത്ഥത്തിൽ അനാഥരായി. ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്താണ് ചൊവ്വല്ലൂരിൽ താമസിക്കുന്ന കുഞ്ഞുപ്പ സുൽഫത്ത് ഉൾപ്പെടെ 3 പെൺകുട്ടികളെ ഏറ്റെടുത്ത് ചൊവ്വല്ലൂരിലേക്ക് കൊണ്ടുവന്നത്. ചൊവ്വല്ലൂർ എന്ന് പറയുന്നത് ഒരു മിനി ഗൾഫാണ്. അവിടെ ഓരോ വീട്ടിലും വിഷമം കൂടാണ്ട് എനിക്കവിടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ 3 പെൺകുട്ടികളുടെ കൂടെ പോരെന്നിട്ട് പോകുന്നു. പിതൃസഹോദരന് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതിരുന്നതിനാൽ അല്പം മുതിർന്നിരുന്ന സുൽഫത്ത് പ്രദേശത്തെ വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി. കണ്ടാശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വല്ലൂർ കരിയല്ലൂർ ദേശത്ത് ഞാൻ ഈ പണിയെടുക്കാത്ത വീടുകളില്ല. എല്ലാ വീടും എനിക്ക് വേണ്ടപ്പെട്ട വീടാണ്. അതിൻ്റെ ഇടയിൽ പാടത്ത് കൊയ്യാൻ പോയിട്ടുണ്ട്, കറ്റ കെട്ടിയിട്ടുണ്ട്, ചാണപ്പൊടി കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ സെൻറ് ജോസഫ് കോൺവെന്റിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ് ചെയ്യുന്നത് കൂടി ആലോചിക്കുന്നത്. 18 വയസ്സിനുള്ളിൽ പലയിടങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വന്നുവെങ്കിലും സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ എല്ലാം മുടങ്ങിപ്പോയി. ഇതിനിടെ കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്ന പ്രദേശവാസിയായ ബക്കറിന്റെ വിവാഹാലോചന വന്നുവെങ്കിലും പലരും പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ സുൽഫത്ത് ഉറച്ചു നിന്നതോടെ വിവാഹം നടന്നു. വിവാഹത്തോടെ സുൽഫത്തിന്റെ ജീവിതം മാറിമറിയുകയായിരുന്നു. കലാകാരനും കമ്മ്യൂണിസ്റ്റുമായിരുന്ന ബക്കറും സുൽഫത്തും ചേർന്ന് താഴെയുള്ള സഹോദരിമാരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസം നൽകി ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്തു. അവർ കഷ്ടപ്പാടിൽ നിന്ന് ഒരു ദിവസം 2 ആളുണ്ട് കെട്ടുമാറാപ്പൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ 3 ആളും ബക്കർക്ക് കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ സംരക്ഷിച്ചു. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 പെൺകുട്ടികളും ബക്കർക്ക് സംരക്ഷിച്ചു. ബക്കർക്കാരുടെ കുടുംബക്കാരും ജ്യേഷ്ഠനായാലും അനിയനായാലും അവർ വെച്ച് എത്തി മക്കൾ എന്ന നിലക്ക് അവർ വീട്ടിൽ താമസിച്ച് ആ 3 സെൻറ് സ്ഥലം വിറ്റിട്ട് അടുത്തൊരു വീട് വെച്ച് അവരൊന്ന് താമസിപ്പിച്ചു. ഒപ്പം ബക്കർ സുൽഫത്ത് ദമ്പതികളുടെ 2 പെൺമക്കളെയും മികച്ച വിദ്യാഭ്യാസം നൽകി മെച്ചപ്പെട്ട ജോലി സമ്പാദിച്ച് നൽകുന്നതിനും അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തി വിവാഹം ചെയ്തയക്കാനും കഴിഞ്ഞു. ജനസേവനം എന്നും സുൽഫത്തിന് താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു. അങ്ങനെയാണ് 2010 തെരഞ്ഞെടുപ്പിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. തൊട്ടടുത്ത ടേമും പഞ്ചായത്ത് അംഗമായി 10 വർഷം പൂർത്തീകരിച്ചു. ഇതിനുശേഷമാണ് മാതാവിന്റെ മരണത്തോടെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നാമ്പിട്ടത്. തൊഴിലുറപ്പുമേറ്റാകണമെങ്കിൽ 10ാം ക്ലാസ് വിജയിക്കണമെന്നതാണ് വീണ്ടും വിദ്യാഭ്യാസം പൊടിതട്ടിയെടുക്കാൻ കാരണമായത്. തുടർന്ന് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയെടുക്കാനും സുൽഫത്തിനായി.
കടുത്ത ജീവിത പരീക്ഷകൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിന്നതാണ് സുൽഫത്തിന് 10ാം തരം പരീക്ഷ പുഷ്പം പോലെ വിജയിക്കാനായതിനു പിന്നിലുള്ളത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ യഥാർത്ഥ പോരാളിയുടെ ചങ്കുറപ്പോടെ ചൊവ്വല്ലൂരിന്റെ നാട്ടുവഴികളിലൂടെ തന്റെ പ്രയാണം തുടരുകയാണ് സുൽഫത്ത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ യഥാർത്ഥ പോരാളിയുടെ ചങ്കുറപ്പോടെ ചൊവ്വല്ലൂരിന്റെ നാട്ടിടവഴികളിലൂടെ തന്റെ പ്രയാണം തുടരുകയാണ് സുൽഫത്ത്. ഇനിയുമുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സുൽഫത്തിന് ചെയ്തു തീർക്കാൻ. വെറുതെ ഇരിക്കാൻ നേരമില്ല. സുൽഫത്തിനെ പോലെ ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് മനക്കരുത്തിന്റെ പിൻബലത്തിൽ ഓരോ വനിതാ ദിനാചരണവും വനിതകൾക്കുള്ള പ്രചോദനം കൂടിയായി മാറട്ടെ. മനസ്സിൽ നന്മയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രവൃത്തികളിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. നിരാലംബർക്ക് കൈത്താങ്ങാകാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. എല്ലാവർക്കും സാധിക്കാത്തതും ആണ് അതും. ജേക്കബ് അക്കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അനാഥരായവർക്ക് ജേക്കബ് ഉണ്ട് സഹായത്തിനായി. ഇന്നും എന്നും മാറ്റമില്ലാതെ ഈ നന്മ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്ന വ്യക്തി. കാരുണ്യവഴിയിൽ ആലംബമറ്റവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സമർപ്പണമായി കരുതി ജേക്കബിന്റെ നന്മ മാതൃക തുടരുകയാണ്. പാലയൂരിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശിയെ അഞ്ഞൂർ ദിവ്യദർശൻ ആശ്രമത്തിലേക്ക് മാറ്റി. 30 വർഷത്തോളമായി പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ ജീവനാഡിയാണ് ഗുരുവായൂർ സ്വദേശിയായ ചിരിയം കണ്ടത്ത് ജേക്കബ്. തികഞ്ഞ മതവിശ്വാസിയായ ജേക്കബ് ബൈബിൾ വചനം ഉൾക്കൊണ്ടാണ് ജീവകാരുണ്യ മേഖലയിലേക്ക് എത്തിയത്. തയ്യൽ അധ്യാപികയായ ഭാര്യ ലിസി പൂർണ്ണ പിന്തുണയുമായി ജേക്കബിനൊപ്പമുണ്ട്. ഇതിനോടകം അനാഥരും സനാഥരും അവശരുമായി റോഡരികിലും കടത്തിണ്ണകളിലും ജീവിതം തള്ളി നീക്കുന്ന 1000-ഓളം പേരെ കാരുണ്യഭവനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുളിക്കാതെയും ഭക്ഷണം പോലും കഴിക്കാതെ അവശരായ ആളുകളെ കണ്ടെത്തി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം നൽകിയാണ് കാരുണ്യഭവനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി അതാത് പ്രദേശത്തെ പോലീസ് ജനപ്രതിനിധികൾ എന്നിവരുമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് അവരുടെ കൂടി സമ്മതത്തോടെ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. അവശനിലയിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ 60-കാരനായ മാത്യുവിനെ അഞ്ഞൂർ ജീവകാരുണ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ചാവക്കാട് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൌൺസിലർ കൂടിയായ ഷാഹിന സലീം മറ്റ് നാട്ടുകാരും വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ജേക്കബ് വിഷയത്തിൽ ഇടപെട്ടത്. കണ്ണൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇരിട്ടി സ്വദേശിയായ നാമല വീട്ടിൽ അവിവാഹിതനായ മാത്യു മാതാപിതാക്കളുടെ മരണശേഷമാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. കോഴിക്കോടും മറ്റുമായി കഴിഞ്ഞു വരുന്നതിനിടെ ഗുരുവായൂരിലെത്തി. തുടർന്നാണ് പാലയൂരിൽ ഇയാളെത്തിയത്. ഇയാളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ബസ് സ്റ്റോപ്പിന് പുറകുവശമുള്ള വീട്ടിൽ കൊണ്ടുപോയി ജടപിടിച്ച് കിടന്നിരുന്ന മുടിയും താടിയും വെട്ടി കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് കാരുണ്യഭവനിലേക്ക് മാറ്റിയത്. വാർഡ് കൌൺസിലർ സ്ഥലത്തെത്തി ജേക്കബിനെ അനുമോദിക്കുകയും കാരുണ്യഭവനിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ അനുമതി പത്രം കൈമാറുകയും ചെയ്തു. ഇങ്ങനെയും മനുഷ്യർ വേണമല്ലോ. തെരുവിലുള്ളവർക്ക് മാനസിക നില തെറ്റിയവർക്കെല്ലാം ജേക്കബ് തുണയാണ്. ഓടിയെത്തി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. വർഷങ്ങളോളമായി ഈ കാരുണ്യ പ്രവർത്തനം ജേക്കബ് തുടങ്ങിയിട്ട് തന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ നിലാരംബർക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ മനുഷ്യസ്നേഹിയുടെ പക്ഷം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.